ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിതിപ്പോൾ ഞങ്ങൾ പോകുന്നത് സെയിമുവിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സെയിം എമിലീസിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. ഇസുവിൻ്റെ ബർത്ത്ഡേ നടന്ന സ്ഥലം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു. ബിക്കോസ് ദിവസങ്ങൾ എണ്ണിയായിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നു. ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേ കുറച്ച് നേരം നോക്കി നിന്നതിന് ശേഷം ഞങ്ങൾ മുകളിലേക്ക് വന്നു. ഞങ്ങൾ വന്നപ്പോൾ ടേബിളും ചെയറും എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നതാണ് ഡെക്കറേഷൻ. അവരും അവരുടെ പാട്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയായിട്ട്. ഞങ്ങൾക്ക് സെയിമുവിന് വേണ്ടിയിട്ട് ഒരു സൂപ്പർ റെയർ തീം വേണമായിരുന്നു. അങ്ങനെയാണ് സൂപ്പർ മാരിയോ തീം എടുത്തിട്ടുണ്ടായിരുന്നത്. അതവർ കളർഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്ക മോനെ ആ തീമിൽ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ഒരു വിധത്തിലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈം ആ കട്ടൗട്ട് കാണുന്നത് കൊണ്ട് അവനൊരു പേടിയുണ്ടായിരുന്നു. പിന്നീട് വന്നത് കേക്കാണ്. കേക്ക് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമല്ല. എന്ന് വെച്ചാൽ കേക്ക് നല്ല ടേസ്റ്റായിരുന്നു. കേക്ക് സിക്കിൾസ് ആയാലും കേക്ക് കുക്കീസ് ആയാലും. ഞങ്ങളിത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ജുമിൻസോസ് ക്രേവ് കേക്ക്സ് ആണ്. അതും ട്രിവാൻഡ്രം ബേസ്ഡ് തന്നെയാണ്. പിന്നെ വരുന്നത് ചോക്ലേറ്റ്സ് ആണ്. ചോക്ലേറ്റ്സ് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തത് PA ക്രാഫ്റ്റ്സ് എന്ന ഇൻസ്റ്റഗ്രാം പേജ് വഴിയാണ്. നെക്സ്റ്റ് വരുന്നത് റിട്ടേൺ ബാഗ്സ് ആണ്. റിട്ടേൺ ബാഗ് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ആൾ കുറച്ച് കൂടുന്നതിന് മുന്നേ തന്നെ ഫുഡ് ഐറ്റംസ് കവർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇസുമോളുടെ ബർത്ത്ഡേക്ക് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് ഐറ്റംസും ഒന്നിനൊന്നും മെച്ചമായിരുന്നു സത്യം പറഞ്ഞാൽ. നല്ല ടേസ്റ്റി. അത് എമിലീസ് ടീം നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 7:30 അടുത്തപ്പോൾ തന്നെ കേക്ക് കട്ടിങ് സെറമണി സ്റ്റാർട്ട് ചെയ്തു. കേക്ക് കട്ട് മുകളിലോട്ട് കയറിയപ്പോൾ തന്നെ കേക്ക് എന്ന് സെയിം പറയുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചോ അതിലും എത്രയോ കൂടുതൽ ബെറ്ററാക്കി ഇക്ക അവൻ്റെ കാര്യം നന്നായി ചെയ്തു എന്ന് തന്നെ പറയാം. മെയിൻ എഫേർട്ട് ഇക്ക തന്നെയാണ് എടുത്തത്. ഹോട്ടലായാലും കേക്കായാലും ഡെക്കറേഷൻസ് ആയാലും അവൻ്റെ ഡ്രസ്സായാലും എല്ലാം. സെയിമുവിന് എങ്ങനെയെങ്കിലും കേക്ക് കൊടുത്താൽ മതി, വായിൽ വെച്ച് കൊടുത്താൽ മതി എന്നുള്ള രീതിക്കാണ് സെയിമു നിൽക്കുന്നത്. മധുരപ്രിയനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മധുരം അവന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ദിവസമായിരിക്കും അവൻ ഏറ്റവും കൂടുതൽ മധുരം കഴിച്ചിട്ടുണ്ടായിരിക്കുക. പിന്നീടാണ് ഗിഫ്റ്റിങ്. ഒത്തിരി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരല്പം കേക്ക് കൂടെ ബാക്കി ഉണ്ടായിരുന്ന പാർട്ടീഷൻ ചെയ്യുവാണ് കിച്ചു. ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഡെക്കറേഷൻസ് എല്ലാം ഡിസ്മാൻഡിലും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഏകദേശം ഒരു 12 മണി അടുപ്പിച്ച് ആയി കാണും. കിട്ടിയ ഗിഫ്റ്റ് എല്ലാം ഹോളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സെയിം ഓരോന്നായിട്ട് എടുത്ത് തറയിലിടുന്നുണ്ട്. അടുത്ത പണിയാണ് ഈ കാണുന്നത്. ഇസ് വീണ്ടും മിണ്ടാതിരിക്കുന്നുണ്ട്. ഈ സെയിമു എന്താണ് ചെയ്യുന്നതെന്ന് അവന് പോലും അറിയത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.